നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് ടൂളിനെ പറ്റിയാണ്. അതായത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ഈ അലൈൻമെൻറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ കമ്പോണൻ്റ് എന്ന് പറയുന്ന ടൂളിനകത്ത് കിടക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഈ അലൈൻമെൻറ്റ്. ആ അലൈൻമെൻറ്റ് ടൂളിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്കെച്ചപ്പ് ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ റെക്ടാങ്കിൾ ടൂൾ എടുക്കുന്നു, എന്നിട്ട് ഒരു ബോക്സ് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. പുഷ് ആൻഡ് പുൾ ടൂൾ എടുക്കുന്നു, ഉയർത്തുന്നു. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഉയർന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഞാൻ ഇതിനങ്ങ് കട്ട് ചെയ്തു. ഇനി എനിക്ക് ഈ കാണുന്ന ഭാഗത്താണ് മറ്റൊരു ബോക്സ് കൊണ്ട് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, മേക്ക് ഗ്രൂപ്പ് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ബോക്സ് ഞാൻ വരയ്ക്കുകയാണ്. റെക്ടാങ്കിൾ ടൂൾ എടുക്കുന്നു, ഒരു ബോക്സ് പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഞാനൊരു ബോക്സ് വരച്ചു. ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മേക്ക് ഗ്രൂപ്പ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന എന്താണ്, മൂവ് കമൻറ്റ് കൊടുക്കുന്നു, പിന്നെ ക്ലിക്ക് ചെയ്യുന്നു, ഇതിനെ മുകളിൽ കൊണ്ട് വയ്ക്കുന്നു, റൊട്ടേഷൻ ടൂൾ എടുക്കുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു, ഇങ്ങനെ കൊണ്ടുവരും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇനി ഇപ്പം കുറേ വിൻഡോസ് ഉണ്ട്, നമുക്ക് കുറേ സ്ലൈഡിങ് ഇങ്ങനെ ചരിഞ്ഞ വാളുകളാണുള്ളത്. അവിടെയൊക്കെ നമുക്ക് ഈ വിൻഡോസ് വയ്ക്കണം. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഈ വിൻഡോസ് ഇതുപോലെ കൊണ്ടുപോയി റൊട്ടേഷൻ ടൂൾ കൊടുത്ത് ഒക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, സ്കെച്ചപ്പിലുള്ള അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ബാക്കിലോട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു ഗ്രൂപ്പാണ്. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് മേക്ക് കമ്പോണന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ്, ബോക്സ് 1. ഓക്കെ, എന്നിട്ട് ഈ അലൈൻമെൻറ്റ് എന്നുള്ളടത്ത് ഗ്ലൂ 2 എന്നുള്ള സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എനിയുണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, സ്ലോപ്പഡ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഹൊറിസോണ്ടൽ എടുത്തു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന സാധനം ഹൊറിസോണ്ടലായിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. വെർട്ടിക്കലാക്കി എടുത്താലും അതുപോലെ തന്നെയാണ്, സ്ലോപ്പഡാക്കി എടുത്താലും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എനി എന്നുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എനി എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ കണ്ടോ, ഇവിടെ നമ്മുടെ ഇത് അലൈൻമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ അലൈൻമെൻറ്റ് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. സെറ്റ് കമ്പോണന്റ് ആക്സിസ് എന്നുള്ളതിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കമ്പോണന്റ് ആക്സിസ് എവിടെ വേണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കൊടുക്കാവുന്നതാണ്. നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേറൊരു രീതിയിലാണ് കമ്പോണന്റിനെ പറ്റി ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അലൈൻമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് പറയുന്നത്. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ഇത് ഓൾറെഡി കമ്പോണൻ്റ് ആയിട്ടുണ്ട്. കമ്പോണൻ്റ് എന്നുള്ളതിൽ നമ്മൾ ഡിഫാൾട്ട് ട്രേ എടുത്തിട്ട് അതിൽ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ, ഡിഫാൾട്ട് ട്രേയിൽ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഇതാണ്ടോ, കമ്പോണൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മൾ കൊടുത്ത ബോക്സ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ബോക്സിൻ്റെ ആവശ്യം ഇല്ല, നമുക്കിത് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ഇവിടെയാണ് ആ ബോക്സ് കൊണ്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കമ്പോണൻറ്റിനകത്ത് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തു. ഓൾറെഡി ബോക്സ് വന്നു. ആ ബോക്സിനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഇതുപോലെ പിടിപ്പിച്ചു. ഓക്കെ, കണ്ടോ, ഇനി എനിക്ക് ആ ബോക്സ് ഈ സൈഡിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെയും പോകുന്നു, നമ്മുടെ ബോക്സിൽ ഡിഫാൾട്ട് ട്രേഡ് ആ കമ്പോണൻറ്റിൻ്റെ ആ ബോക്സിലേക്ക് പോകുന്നു. ബോക്സ് 1 സെലക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇതിങ്ങനെ പിടിപ്പിച്ചു. കണ്ടോ, ഇനി ഇപ്പുറത്തെ സൈഡിലാണ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെയും ബോക്സിൽ പോകുന്നു, കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ പിടിപ്പിച്ചു. ഓക്കെ, ഇവിടെയാണ് നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഇതിനെ നമുക്കിങ്ങനെ കറക്റ്റ് ഒരു അളവിൽ വരുത്താം.
കണ്ടോ ഇപ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ കമ്പോണൻ്റ് ആകുമ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുമ്പം അതനുസരിച്ച് മറ്റേൻ്റെയും സൈസ് അതുപോലെ ആവും. അതൊരു കാര്യം ഓർത്തോണം. നമുക്ക് ഒരേ വിൻഡോസോ ഡോറോ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് പറവറാന്ന് വെച്ച് പോകാൻ ഇത് ഉപയോഗപ്പെടും. പക്ഷെ ഞാൻ കൂടുതലായിട്ടും ഈ കമ്പോണൻറ്റ് ചെയ്യാറില്ല. ഞാൻ ഈ റൊട്ടേറ്റ് ടൂൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്യാനേ പോകുന്നത്, അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വലിയ വർക്കൊക്കെ ചെയ്യുന്നവർക്ക്, അതായത് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്നവർക്ക്, ചരിഞ്ഞ വാളൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ വിൻഡോയോ ഡോറോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഇതിൽ ഉപകാരപ്പെടും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ടൂളിന്റെ ഉപയോഗം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ടൂൾ എടുക്കുമ്പോഴും അത് റെക്ടാങ്കിൾ ടൂൾ എടുക്കുന്നു, പുഷ് ആൻഡ് പുൾ ടൂൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ അലൈൻമെന്റ് ടൂളിനെ പറ്റിയുള്ള ഒരെണ്ണം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അലൈൻമെന്റ് ടൂൾ കൊണ്ട് വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. 2 ഫ്രെയിം ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫ്രെയിമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കവർ ചെയ്തിട്ടില്ല. കാരണം ഫോട്ടോയ്ക്ക് ആകുമ്പോഴത്തേക്ക് ബാക്ക് സൈഡ് കവറിങ് കാണും. ഞാൻ കവറിങ് കൊടുത്തിട്ടില്ല. 2 ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രെയിം ഇങ്ങനെ പാടെ ഇട്ടേക്കുന്നു, ഒന്ന് ഞാൻ ചരിച്ചു വെച്ചേക്കുന്നു. അപ്പോൾ ഈ ഒരു പടമാണ്, ഈ ഒരു ഫോട്ടോയാണ് നമ്മൾ ആ ഫ്രെയിമിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഞാൻ ഓൾറെഡി ഇവിടെ ഫ്രെയിമെല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ് കേട്ടോ. അത്രയും സമയം നമുക്ക് ചുമ്മാ നമുക്കിങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ട് പോകണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഗ്രൂപ്പൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്യുന്നു, ഇതിനെ മേക്ക് ഗ്രൂപ്പ് ചെയ്തു. ഇത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്, കണ്ടില്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ ഫോട്ടോയെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് മേക്ക് കമ്പോണന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ കൊടുത്ത പോലെ തന്നെ ഫോട്ടോ എന്നൊരു പേര് കൊടുക്കുന്നു. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കുറേ ആകുമ്പോഴത്തേക്ക് നമ്മൾ നെയിം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് തെറ്റിപ്പോവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പേര് അതിന് കൊടുത്തത്. ഫോട്ടോ എന്ന് കൊടുത്തു. പിന്നെ അലൈൻമെൻറ്റിൽ ഗ്ലൂ ടൂവിനുള്ളതിൽ ഞാൻ ഇനിയെന്ന് കൊടുക്കുന്നു. പിന്നെ ഇത് സെറ്റ് കമ്പോണന്റ് ആക്സിസ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഞാൻ അത് ഓക്കെ, ഇവിടെ ഇട്ട് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ കമ്പോണന്റ് ബോക്സിലേക്ക് പോവാം. ഓക്കെ, ആ ബോക്സിൽ കണ്ടോ, അതിവിടെ ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി എനിക്ക് വേണ്ടത് ആദ്യത്തേൽ ഞാൻ ആ ഫോട്ടോ സെലക്ട് ചെയ്തു. ആദ്യത്തേൽ എനിക്ക് വേണം. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അതങ്ങ് വെച്ചു, ഫോട്ടോ റെഡിയായി. ഇനി രണ്ടാമത്തേലേക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇവിടെ കൊണ്ടുവന്നു ഞാനങ്ങ് ഫോട്ടോ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. ഫോട്ടോ ഫിറ്റ് ഈസി ആയിട്ട് കാര്യം നടന്നു അല്ലേ? നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ചാട്ടവും പടച്ചിലൊക്കെ കാണും, അത് വലിയ കാര്യമാക്കണ്ട, അതൊക്കെ ഇതിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ എടുത്തതിന് ശേഷം ഇതങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് അതിനെ അറിഞ്ഞൂടല്ലോ നമ്മൾ എവിടെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അതിനറിയില്ല. അപ്പം നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു ചാട്ടവും ബോളമൊക്കെ കാണിക്കും, അതൊരു കാര്യമാക്കണ്ട. നമ്മൾ കറക്റ്റായിട്ട് പോയിന്റിൽ കൊണ്ടുവന്നൊന്ന് നമുക്ക് ചെയ്തു വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രാക്ടീസ് ആയിക്കോളും. ചിലർക്ക് ഇപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ സ്ഥിരം സ്കെച്ചപ്പ് ചെയ്ത് വരുന്നവർക്ക് അതൊരു നല്ലൊരു പ്രാക്ടീസായിട്ട് വന്നോളും. അത് വലിയ പാടെന്നുള്ള കാര്യങ്ങളല്ല. ഇതിപ്പം ഇങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാൻ ഇപ്പം ഒരു മിനിറ്റ് ഞാൻ ഇതിനൊന്ന് കോപ്പി ചെയ്യട്ടെ. ഇതിനകത്ത് ഞാനൊന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് ഫോട്ടോയിൽ ഡിലീറ്റ്. ഞാൻ ഈ ഫോട്ടോ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? മൂവ് കമൻറ്റ് കൊടുത്തു, ക്ലിക്ക് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു. ഈ മുകൾ ഭാഗത്തും ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ചോദിച്ചു. ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പോണന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. നമുക്കങ്ങ് വെച്ച് പോവാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ഉണ്ടെങ്കിൽ, ഐ മീൻ ഞാൻ ജസ്റ്റ് ഒരു ഇത് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ, എങ്ങനെയാണ് അലൈൻമെന്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് അത് കറക്റ്റായിട്ട് പക്കയായിട്ട് ചെയ്യേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് അലൈൻമെന്റ് ടൂളിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട്, അത് ട്രാവൽ ആവാം, ഫുഡ് ആവാം, ട്യൂട്ടോറിയൽ ആവാം,
അല്ലെങ്കിൽ ഡോക്യുമെന്ററിയോ അങ്ങനെ എന്തെങ്കിലും ആവാം. എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.